ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ പലഹാരമാട്ടോ മണിപ്പുട്ട്. പേര് പോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് നിറച്ചിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. അത് പണ്ടത്തെ രീതിയിൽ. ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സേവനാഴിയിൽ കൂടെ പീച്ചി എടുത്തിട്ടാണ് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി കേട്ടോ. അതിപ്പോൾ ഇത് 1 കപ്പ്, ഇത് 1/2 കപ്പ്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാട്ടോ ഇട്ടിരിക്കുന്നത്, വറുത്ത പൊടിയെ. ഈ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ഈ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് നമ്മൾ പൊടിയിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുവാണ്, അല്ലാണ്ട് വെള്ളത്തിലേക്ക് പൊടി ചേർക്കുമല്ലോ കേട്ടോ. ഇനി ഇത് വെള്ളമൊഴിച്ച് ഇളക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമല്ലോ, അപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് ഇളക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി, ഒരു പരന്നതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ തവിയൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് വശം വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമ്മൾ കുഴച്ചാൽ നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ മരത്തിൻ്റെ തവിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം സ്റ്റൗവിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കുഴയ്ക്കുമ്പോൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 കപ്പാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് മതിയാവും കേട്ടോ. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1.25 കപ്പ് വെള്ളമായിട്ട് ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കുക, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ. ആദ്യം ഈ തവിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈയും കൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ല തിളച്ച് ഇരിക്കുന്ന വെള്ളം ഒഴിച്ചേക്കുമല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൈ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. ചെറിയ ചൂട് മതി കുഴയ്ക്കാനായിട്ട്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന പൊടിയാട്ടോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 1.25 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഇതിപ്പോൾ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. ആ സമയം നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പച്ചരി ആണെന്നുണ്ടെങ്കിൽ അത്രയും 1.25 കപ്പ് വെള്ളമൊന്നും വേണ്ടി വരത്തില്ല, അതിനേക്കാളും കുറച്ച് മതിയാവുള്ളൂ. ഇതിപ്പം അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ ചൂടൊന്ന് നമുക്ക് പിടിക്കാൻ പറ്റുന്ന പരിപാടിയുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തിയിരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മണിപ്പൂട്ട് 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ ആ ബോളുകൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടി ഇതുപോലെ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോള് പോലെ ആക്കുക. എന്നിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുത്താൽ മതി. നമ്മൾ കുഞ്ഞി കടലയുടെ വലിപ്പത്തിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ കുറച്ച് ഞാൻ മണികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പുട്ടുകുറ്റി എടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. സാധാരണ പുട്ട് അരയ്ക്കുന്ന പോലെ ഇതിന് തേങ്ങ വേണം കേട്ടോ. കുറ്റിയുടെ ഉള്ളിലേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് മണി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ ഇടാനായിട്ട്. ഇത് ബോൾ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തട്ടിയിട്ടാൽ മതി. ഇത് കണക്കെ ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. തമ്മിൽ ഒട്ടി പിടിക്കരുത്. ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്കോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ഇതിനധികം കിടക്കുന്നതാണ് ടേസ്റ്റ്. ഇത് നമ്മൾ പുട്ടുകുടത്തിൻ്റെ മുകളിലോട്ടോ, അല്ലെങ്കിൽ ഇതിപ്പോൾ പുട്ടുകുടത്തിൻ്റെ മുകളിൽ വെക്കുന്ന കുറ്റിയാണ്, അതിൻ്റെ മുകളിലോട്ട് വെക്കാം. അതല്ല കുക്കറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് സാധാരണ പുട്ട് വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം സമയം ഇത് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുട്ടുകുടത്തിൻ്റെ മുകളിലോട്ട് വെക്കാൻ പോകട്ടെ. അപ്പോൾ കുടത്തിലെ വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ആദ്യം ആക്കി വയ്ക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിതിന്ന് പുറത്തേക്ക് തള്ളിയെടുക്കാം.
ക്ലീനായിട്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ ഇത്. ഇനിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവനാഴിയിൽ കൂടെ പീച്ചുന്ന കേട്ടോ. അപ്പോൾ ഞാനിത് നേരിട്ട് തന്നെ പുട്ടുകുറ്റിയിലോട്ടാണ് പീച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ തേങ്ങ ഇടുന്ന പോലെ കേട്ടോ. അപ്പം അതുപോലെ ഇട്ടിട്ട്, അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടിയപ്പത്തിൻ്റെ ചില്ലല്ല, അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ചില്ലാട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുക്കാം. മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വട്ടവും എനിക്ക് സെയിം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തിട്ട് ഞാനിത് പീച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിങ്ങനെ വരുന്നുണ്ട്, അത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പീച്ചി കൊടുക്കാം. വലിയ ചില്ലായതുകൊണ്ട് നമുക്ക് പീച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതാ ഇതുപോലെ വീണിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതുപോലെ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടുകുടത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേവനാഴിയിൽ കൂടെ പീച്ചിട്ടുള്ള മണിപ്പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സേവനാഴിയിൽ കൂടെ പീച്ചിട്ടുള്ള പുട്ട്, ഇത് ബോൾസ് ആക്കി എടുത്തിട്ടുള്ള പുട്ട്. ശരിക്കും പരമ്പരാഗത രീതിയിലുള്ള മണിപ്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, നമ്മൾ ആ ബോളാക്കി എടുത്തില്ലേ, അതാണ്. ഇപ്പോൾ ആൾക്കാർ എളുപ്പ രീതിയിൽ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കടലക്കറി ആട്ടോ. നല്ല വറുത്തരച്ച നാടൻ കടലക്കറി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു കടലക്കറി ആട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം കേട്ടോ. കടലക്കറി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പഞ്ചസാരയോ കൂട്ടി കഴിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി അല്ലേ. പക്ഷേ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഇടിയപ്പം കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് രസമായിട്ട് തോന്നിയേക്കണം കഴിക്കാനായിട്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഈ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.